ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എണ്ണയിൽ വറുത്തെടുക്കുവാണേ. കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്തായിരുന്നു. ഇതെന്തിനാണെന്നല്ലേ, ഇത് കണ്ടോ, നമ്മുടെ പൊട്ടുകടല ചട്നി ശരിക്കും പറഞ്ഞ ഒരു മാജിക്കൽ ചട്നി തന്നെയാണേ. ഇതുകൊണ്ട് പല കറികളും ഉണ്ടാക്കാമെന്ന് ഞാനിന്ന് പഠിച്ചു. ഇത് കണ്ടോ, വെണ്ടയ്ക്ക വറുത്ത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ആ എണ്ണ ബാക്കി ആവശ്യമില്ല, നമുക്കത് മാറ്റാം. ആ എണ്ണ മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഈ കറിയും ഈ മസാലയും വെണ്ടയ്ക്കയും കൂടെ തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് ഒരിത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി. തീയൽ പോലെ നല്ല ടേസ്റ്റുള്ള കറിയായി. ഈ ഒരൊറ്റ കറി മതി ശരിക്കും പറഞ്ഞാൽ ചോറിന്. ഇതുപോലെ വെണ്ടയ്ക്കയ്ക്ക് പകരം നമുക്ക് വഴുതനങ്ങയോ അച്ചിങ്ങാപ്പയറോ അല്ലെങ്കിൽ പൊട്ടറ്റോയോ അങ്ങനെ എന്ത് വേണേലും ചേർക്കാം. ഇനി എന്തിനു പറയുന്നു, നമുക്ക് കൊഞ്ച് വേണമെങ്കിലും ചേർക്കാം. ശരിക്കും തീയലിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് പൊട്ടുകടല ചട്നി ബാക്കി വന്നു കഴിഞ്ഞാൽ വെറുതെ കളയുകയേ വേണ്ട. ഒരു ഇളം പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കറിയേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാകും ഉറപ്പ്.